ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇത് എൻ്റെ മോൾ അനുഷ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഈസ്റ്റർ വരാൻ പോവല്ലേ, അപ്പം ഈസ്റ്ററിന് വേണ്ടി എന്തെങ്കിലും 1-2 സിമ്പിൾ റെസിപ്പീസ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് പക്ക വലിയ ഇതായിട്ടൊന്നും പ്ലാൻ ചെയ്ത് റെസിപ്പീസൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. ഞാനിവിടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്നാണ് അതിന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. ഏറ്റവും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ, ഇപ്പം ഒരു ഗസ്റ്റൊക്കെ വരിക എന്നൊക്കെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരു അരമണിക്കൂറിൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. മൊത്തം പ്രിപ്പറേഷൻ അല്ല, കട്ടിങ്ങും എല്ലാം കൂടെ ചേർത്ത് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പം എളുപ്പത്തിൽ ഒരു ആട്ടയൊക്കെ കുഴച്ച് വെച്ച് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് ഇതിൽ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബോൺസ് ഉള്ള ചിക്കനും എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ചെയ്തതേ ഉള്ളൂ. ഞാനിത് 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചാണ് ഞാൻ ചിക്കൻ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു ചിക്കൻ കറിയാണ്. സാധാരണ എനിക്ക് സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഒരു സവാള വലുതെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. സവാള കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. 2-3 പച്ചമുളക് ഞാൻ നടുവോടെ കീറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില. ഇത്രയും ഐറ്റംസ് കൂടാതെ ഇതിലെന്തെങ്കിലും പൊടികൾ ചേർക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിക്കുക. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ ഒഴിച്ച് ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം. അതായത് കറുവപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം, പെരിഞ്ജീരകം ഓക്കെ. ഞാനിതിൻ്റെ അകത്ത് അതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാൻ പോകണം. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിക്കൻ ഇനിയിപ്പോൾ മാരിനേറ്റ് ചെയ്ത് അധികം നേരം വെക്കാൻ സമയമില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഈ സവാളയൊക്കെ കട്ട് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ റെസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിയും. അപ്പോൾ അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ 30 മിനിറ്റൊക്കെ വയ്ക്കാറുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൃത്യനിഷ്ഠയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, തട്ടിക്കൂട്ട് കറിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സാഹചര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും വൈകിപ്പോയി ഒന്നുമില്ല, കുറച്ച് ചിക്കൻ ഇട്ടിട്ട് കറി വെച്ചേ പറ്റുള്ളൂ. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഗസ്റ്റ് വരുവാണ്, ഒരു 1 അവർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 1 അവർ ടൈമിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി പറ്റുള്ളൂ. എങ്കിൽ കുറച്ച് ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ച് ഈ ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല്പം സൈഡായിട്ട് എന്തെങ്കിലും എൻ്റെ കുക്കർ പായസം പോലത്തെ എന്തെങ്കിലും ഡെസേർട്ട് സൈഡായിട്ട് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളായി പറയണത് കേട്ടോ. സവാള ഇപ്പോൾ ഒരുവിധം പകുതി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ നാടൻ ഇഞ്ചിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഇവിടുത്തെ ചൈന ഇഞ്ചിയാണ്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും, ഫുൾ ചേർക്കണ്ട, പകുതി ചേർക്കുക. ഇനി അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഫ്ലെയിം ഹൈയിൽ തന്നെ കിടന്നോട്ടെ. സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് റിക്വസ്റ്റ് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ റെസിപ്പി ഇടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ. ഞാൻ ആക്ച്വലി ഗുജറാത്തികളൊക്കെ ചെയ്യുന്ന പോലെ ആ ഫുൽക്ക ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതല്ലാതെ തവയിൽ മാത്രം, ചിലർക്ക് തീയിൽ നേരിട്ടിട്ട് പൊള്ളിക്കാൻ അറിയാതെ ആയിക്കഴിഞ്ഞാൽ തവയിൽ മാത്രം ചെയ്യുന്ന രീതി കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് അത് ലേറ്റ് ആയത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി, അല്ലാതെ ഇപ്പം ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ കറി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ വേണ്ട ഉപ്പ് എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റി കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണെന്നോർത്ത് തെറ്റിദ്ധരിക്കേണ്ട, നല്ല സ്വാദുള്ള കറിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. എളുപ്പപ്പണി ആയതുകൊണ്ട് തന്നെ മിക്കവാറും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാവരും. ആ ചിക്കൻ്റെയൊക്കെ നിറം ഒന്ന് നന്നായിട്ട് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം അടച്ച് വെച്ചൊരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വ്യത്യാസം വരും. കാരണം ഇവിടുത്തെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നിങ്ങളുടെ ചിക്കൻ ഇപ്പോൾ 10-15 മിനിറ്റ് വേവിക്കേണ്ടി വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കുക്കറിൽ ഇടേണ്ടി വരുന്നതാണെങ്കിൽ, ഈ പ്രോസസ്സ് കുക്കറിൽ ചെയ്തിട്ട് നിങ്ങൾ കുക്കറിൽ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ വേവിക്കുന്നത്, അല്പം വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ വിസിലിട്ട് വേവിക്കുമോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ രീതികൾ കാണിക്കുന്നത്. ഇവിടെ സോഫ്റ്റ് ആൻഡ് ടെൻഡറായിട്ട് പെട്ടെന്ന് വേകുന്ന തരത്തിൽ സോഫ്റ്റ് ചിക്കൻ കിട്ടുന്ന കാരണമാണ് ഞാൻ ഈ രീതി കാണിക്കുന്നത്. നിങ്ങളുടെ ചിക്കൻ പെട്ടെന്ന് വേവാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പ്രോസസ്സ് കുക്കറിൽ ചെയ്തിട്ട് ഒരല്പം വെള്ളം ചേർത്ത് വേവിക്കാൻ ഇടേണ്ടി വരും. ഞാൻ ഈ അടച്ച് വെക്കുന്ന സ്റ്റെപ്പ് പറയുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തിയോടെ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം വെന്തിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് മാഷായി വന്നിട്ടുണ്ട്. അപ്പം ആ കറിയിലേക്ക് അതൊന്ന് നന്നായിട്ട് ലയിച്ച് കിട്ടിക്കോളും. നിങ്ങൾക്ക് പച്ചയ്ക്ക് കടിക്കാൻ തക്കാളി വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 4 കഷ്ണം മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇടണം. കാരണം ഇതിൽ ഓൾറെഡി എല്ലാം കൂടെ മാഷായി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി താല്പര്യമില്ലാത്തവർക്ക് ഒരല്പം കൂടെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് ഏത് മസാല വേണമെങ്കിലും ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനി അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട് പ്രത്യേകം, കാരണം എല്ലാവർക്കും കുരുമുളക് പൊടിയുടെ എരിവ് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എരിവനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഈ കറിക്കകത്ത് സാധാരണ പെപ്പറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഉപ്പ് പോരെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ വേവ് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ വേറെ ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. വരട്ടിയ പോലത്തെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇന്ന് ഡ്രൈ ആയിട്ടുള്ള കറിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് വരട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ
ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഈ ഒരു പരിവാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ കൂടെ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ കറിയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് കറിയെക്കുറിച്ചൊന്നും പറയാനില്ല. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ്. എത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ചിക്കൻ കറി അല്ലേ? പക്ഷെ അത് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ളൊരു കറിയാണ്. എനിക്ക് സമയമില്ലാത്ത സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.